ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവിൽ കണ്ടന്റുകളുടെ ഒരു പെരുമഴയാണ്. പവർ ടീമിൽ കയറിയതിനു ശേഷം ഗബ്രി ജോസ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പവർ ടീമിൽ നിന്ന് ഏറ്റവും കൂടുതൽ പവർ യൂസ് ചെയ്യുന്നതും ഒരുപക്ഷെ ഗബ്രി തന്നെയായിരിക്കും. ഇപ്പോൾ ലൈവില് അൻസിബയോട് ഗബ്രി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ എച്ചില് കഴുകിയ വെള്ളം അൻസിബ എടുത്തു കൊടുത്തു. സംഭവം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സീൻ ആയിരുന്നുവെങ്കിലും എനിക്ക് നല്ല ചിരി വന്നു അൻസിബയുടെ ആ ഒരു നടത്തമൊക്കെ കണ്ടപ്പോ. ഗബ്രിയുടെ പ്രൊവോക്കിംഗ് കാരണമാണ് അൻസിബ അങ്ങനെ ചെയ്തത്. അൻസിബ എന്തോ പറഞ്ഞ അതിനുശേഷം ഉണ്ടായ മറ്റൊരു സംഭവമാണ് ജാസ്മിനും റോക്കിയും തമ്മിലുള്ള ഫൈറ്റ്. ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വന്നതാണെന്നൊക്കെ റോക്കി പറയുന്നു. ഓഡീഷന്റെ സമയത്ത് തന്നെ നിന്റെ സ്വഭാവം അനുസരിച്ച് നീ കയറി മിണ്ടിക്കാണും എന്നൊക്കെ റോക്കി പറയുന്നു. അത് ക്യാരക്ടർ അസാസിനേഷൻ ആണ് എന്ന് പറഞ്ഞ് ജാസ്മിൻ തിരിച്ച് വഴക്കുണ്ടാക്കുന്നു. നീ ആദ്യം അസിയാണോ റോക്കിയാണോ എന്ന് തീരുമാനിക്കാൻ ഗബ്രി പറയുന്നു. അങ്ങനെ ആകെ മൊത്തം വൻ സീനാണ്. ഇതിനുശേഷം ഗബ്രിയും റോക്കിയും തമ്മിൽ ഒരു തർക്കം നടക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതും വെള്ളമാണ്, കുടിക്കാനുള്ള വെള്ളമാണ് എന്ന് എടുത്തു പറയണം, എന്നാലേ കുടിക്കാനുള്ള വെള്ളം കൊണ്ട് തരത്തുള്ളൂ എന്ന് റോക്കി പറയുന്നു. അൻസിബനെ ന്യായീകരിക്കുന്നു. ഇത് ഇന്ന് റോക്കി കഴിക്കാൻ പോകുന്നത് ബോയിൽഡ് വാട്ടർ ആണ് എന്ന് ഗബ്രി തിരിച്ചു പറയുന്നു റോക്കിയോട്. എന്നിട്ട് റോക്കി വേറെ വെള്ളം എടുത്തോണ്ട് വന്ന് മൊത്തം കുടിക്കടാ എന്ന് പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് രതീഷ് കിച്ചണിൽ കിടക്കുന്നു. കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് ശ്രീദേവി യമുനയെ മാട്ടുന്നു. ഐ വാണ്ട് ഫോൺ എന്ന് പറഞ്ഞ് രതീഷ് അലറുന്നു. ഒരു ഹൗസ് മൊത്തം ഡേ 3 തന്നെ ട്രിഗറായി നിൽക്കുന്ന പോലെ ഒരു സീസൺ ഇത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ കാണുന്നത്. സീസൺ 4 ഒക്കെ ആയിട്ട് ഒരു സാമ്യം തോന്നുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു 25ാമത്തെ ദിവസത്തിന് ശേഷമായിരുന്നു ഇത്ര അടിപിടി ഉണ്ടായിരുന്നത്. ഈ സീസണിൽ ഇച്ചിരി കൂടുതലാണ്. സീസൺ 3 ഡേ 3 തന്നെ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.